വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഡേറ്റ് മെയ് 20. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 26 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് ഞാൻ ജനിച്ചത്. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഈ വർഷം മുതലുള്ള ബർത്ത്ഡേ ഒക്കെ വളരെ സ്പെഷ്യലാണ്. കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വർഷമുണ്ട്. അച്ഛന്മാര്, അമ്മമാര്, അനിയന്മാരൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഈ വർഷമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യലുമായിട്ടുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ 2 സ്ഥലങ്ങളിലായി പോയി എന്നുള്ളൊരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ബർത്ത്ഡേക്ക് ഇതുവരെ അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും, ഡ്രസ്സൊക്കെ ചിലപ്പോൾ അമ്മയൊക്കെ എടുത്ത് തന്നാലും ചിലപ്പോൾ ഒന്നെങ്കിൽ ബർത്ത്ഡേക്ക് കഴിഞ്ഞിട്ട് സ്കൂൾ ഉറപ്പിനോടൊക്കെ അനുബന്ധിച്ചൊക്കെ ആയിരിക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നത്. അല്ലാതെ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം പിന്നെ ഓഫീസിൽ ജോലിയൊക്കെ കിട്ടിയ സമയത്തായതുകൊണ്ട് എല്ലാവരുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഓഫീസിൽ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സ്കൂളിൽ പോലും ബർത്ത്ഡേ അങ്ങനെ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഏപ്രിൽ മെയ്യിലൊക്കെ ബർത്ത്ഡേ വരുന്നവർക്കറിയാം നമ്മുടെ സങ്കടം എന്താണെന്ന്. കാരണം എല്ലാ തവണയും വെക്കേഷനിലായതുകൊണ്ട് നമുക്ക് സ്കൂളിലും കോളേജിലും ഒന്നും ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ചു പോകുന്നതിൻ്റെ തലേദിവസം അമ്മയും ചേട്ടനും കൂടെ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് അന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെതായ കുറച്ച് വിഷമങ്ങളിലും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു സെലിബ്രേറ്റ് ചെയ്ത് സന്തോഷിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നുകൊണ്ട് നമ്മൾ അന്ന് കട്ട് ചെയ്തില്ല. പിറ്റേ ദിവസം ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ അത് കഴിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അത് ഭയങ്കര ശോകമായി പോയി. കാരണം ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തത് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ കഴിച്ചു. എന്തായാലും ഈ വർഷത്തെ ബർത്ത്ഡേ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പൊ ഇതായിരുന്നു അന്ന് ചേട്ടനും അമ്മയും എല്ലാം കൂടെ കൊണ്ടുതന്ന കേക്ക്. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യാൻ നമുക്ക് അങ്ങ് കുറച്ച് ധൃതിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും കേൾക്കൊന്നുമില്ല. പിന്നെ ബർത്ത്ഡേ അല്ലാത്തത് കൊണ്ട് തന്നെ പേരും കാര്യങ്ങളും ഒന്നും എഴുതിയില്ല. പിറ്റേ ദിവസം ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ കഴിച്ചു. പിന്നെ അച്ഛമ്മ ഉണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് കൊടുത്തു. അമ്മക്ക് ഷുഗർ ആയതുകൊണ്ട് ഒത്തിരി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്. രാത്രി 11 മണിയായിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു എനിക്ക് തന്ന ഗിഫ്റ്റ്. അപ്പൊ ഗിഫ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ അന്നേ ഓപ്പൺ ചെയ്യാവുന്നു. അതുകൊണ്ട് ഞാനത് മുകളിൽ എടുത്ത് അവിടെ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എനിക്കിത് 6-ാം തീയതിയാണ് കൊണ്ടു തന്നെ. കാരണം ചേട്ടൻ 7-ാം തീയതിയാണ് അബുദാബിക്ക് തിരിച്ചു പോയത്. അപ്പൊ ബർത്ത്ഡേയുടെ അന്ന് വിഷ് ചെയ്യാനെ കൊണ്ട് എന്നെ രാത്രി 12 മണിക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാനൊക്കെ. അതേ സമയം 11:59 ആയിട്ടുണ്ട്. കൃത്യം 12 മണി ആയപ്പോ തന്നെ വിളിച്ചു. താങ്ക് യു. പൊട്ടിക്കട്ടെ. ഉണ്ട്, സൈഡിലുണ്ട്.
ഇതായിരുന്നു എന്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് എല്ലാം അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ആയിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് കിട്ടിയപ്പോ. അപ്പൊ ഫോട്ടോ തന്നെ എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അങ്ങനെ ഒരു ഫോട്ടോ ഇതായിട്ട് കിട്ടണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ ഒരുപാട് ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ചോക്ലേറ്റ് അഡിക്റ്റ് ആയി എനിക്ക് എന്തായാലും മനസ്സറിഞ്ഞ് തന്ന ഗിഫ്റ്റ് ആണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നതാണ് ഈ സ്വീറ്റ്സിന്റെ ഒക്കെ കാര്യത്തില്. അങ്ങനെ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. പിന്നെ കുറെ വിഷയൊക്കെ ചെയ്തു, സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അന്നത്തെ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് ആദ്യമായിട്ടാണ് തോന്നി കേട്ടോ 12 മണിക്കൊക്കെ എന്നെ ഒരാൾ വിളിച്ച് വിഷ് ചെയ്യുന്നതൊക്കെ ആദ്യത്തെ അനുഭവമാണ്. അങ്ങനെ ബോക്സിനകത്തും കുറച്ച് ബർത്ത്ഡേ വിഷസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടൊക്കെ. അങ്ങനെ വിഷയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ അതിരാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങാണ്. നല്ല അതിഭയങ്കരമായിട്ടുള്ള മഴയാണ്. എനിക്ക് തോന്നുന്നു 20-ാം തീയതി തോന്നി ഇവിടെ ഇത്രയും വലിയ മഴ പെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ടായിരുന്നു. പനി ഒന്ന് വന്നിട്ട് ഒന്ന് കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോ അതെ കണ്ടില്ലേ, മുറ്റമൊക്കെ മുഴുവൻ വെള്ളമായി. നമ്മുടെ ഇടവപ്പാതിയോ അതുപോലത്തെ മഴയാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു ബോറടി ഇല്ലാതെ ഇങ്ങനെ നിന്ന് പെയ്യുന്ന ഒരു മഴയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ തോട് പോലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ നല്ല പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മഴ തുടങ്ങിയിട്ട് കുറെ ദിവസമായി കേട്ടോ. ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് പോയത്. പക്ഷെ സൂക്ഷിച്ചു പോയിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണാം. ഓൾമോസ്റ്റ് ഫുൾ നനഞ്ഞ് ഞാൻ തിരിച്ചു കയറിയത്. ആദ്യം നമ്മൾ എലവന്തിട്ട് അമ്പലത്തിലോട്ടാണ് പോകുന്നത്. എലവന്തിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ചെങ്ങന്നൂർ അമ്പലത്തിലും പോകാനുണ്ട്. മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അവിടുത്തെ പ്രധാന പ്രശ്നമാണ് കേട്ടത്, ഈ റോഡ് ഇങ്ങനെ ഫുള്ളായിട്ട് കുഴിയായിട്ട് വെള്ളമായിട്ട് കിടക്കും. അപ്പൊ ആ കുഴി നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ആഴമുള്ള കുഴി നോക്കിയാൽ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിസാഹസികമായിട്ട് നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചെടിയിലെ മുഴുവൻ വെള്ളം എന്റെ ദേഹത്ത് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുടയൊക്കെ ചൂടി മഴയൊക്കെ ആസ്വദിച്ച് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ചെങ്ങന്നൂർ അമ്പലത്തിലെ 8 മണിയുടെ ബസ്സിന് പോകാനെ കൊണ്ടാണ്. അപ്പൊ ഇത് നമ്മുടെ എലവന്തിട്ട് അമ്പലത്തിലോട്ടുള്ള റോഡാണ്. നമ്മുടെ ആ ബർത്ത്ഡേ കാർഡ് കിട്ടിയതിനകത്ത് കൊണ്ടായിരുന്ന ഫോട്ടോസ് ഇല്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അപ്പൊ നല്ല അതിഭയങ്കരമായ മഴയോടുകൂടി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ഒരു സാഹസികമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് അത്യാവശ്യം നമ്മുടെ ദേഹത്ത് വെള്ളം, ആ ചെടിയിലുണ്ടായിരുന്ന വെള്ളം എല്ലാം വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴും സെയിം അവസ്ഥ തന്നെയാണ്. നമ്മള് സൈഡിൽ കൂടെ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി നമ്മൾ വെള്ളത്തിനകത്ത് ചവിട്ടാതെ അപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി എലവന്തിട്ട് അമ്പലത്തിലെത്തി. അങ്ങനെ ഇപ്പൊ നമുക്ക് സ്ഥിരമുള്ള പോലെ തന്നെ പൂജക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് കടയുടെ ഫുള്ള് ചുറ്റിനും വെള്ളമാണ്. അപ്പൊ ഇതുവഴിയൊക്കെ വട്ടം കറങ്ങിയാണ് കട ചെന്നത്. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത അമ്പലത്തിലോട്ട് പോകണം. അപ്പൊ കടയുടെ ചുറ്റും അമ്പലത്തിന്റെ അവിടെ എല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ തലേദിവസമാണ് ഓൾമോസ്റ്റ് മഴയൊക്കെ തുടങ്ങിയത്. അപ്പൊ തന്നെ ഇത്രയൊക്കെ ആയി വെള്ളം. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ കുറച്ച് കുറവായിരുന്നു. സാധാരണ തിങ്കളാഴ്ചകളിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് രാവിലെ. അപ്പൊ നല്ല അതിഭയങ്കരമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പെയ്തിട്ടൊക്കെ അങ്ങ് തോരുമെന്ന് വിചാരിച്ചു, പക്ഷെ തോർന്നൊന്നുമില്ല. നല്ല മഴ തന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി പ്രസാദമൊക്കെ കിട്ടി. പ്രസാദമൊക്കെ തൊട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം. അപ്പം മഴ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടൊരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മഴ ഒന്ന് ചെറുതായിട്ട് പോലും തോർന്നിട്ടേ ഇല്ല. അപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ പടിക്കെട്ടുകളിലെല്ലാം ഇങ്ങനെ പായലൊക്കെ അത്യാവശ്യം പിടിച്ചൊക്കെ കിടക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്പുറത്തെ റോഡ് കൂടെ വന്നത്, അതുകൊണ്ട് അതുവഴി തന്നെ പെട്ടെന്ന് പോയി. നമുക്ക് ബസ് 8 മണിക്കുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട നമുക്ക് ഇവിടെ നിന്ന് നടന്ന് വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി.
അപ്പൊ പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ പ്രസാദവും കാര്യങ്ങളും ഒക്കെ അമ്പലത്തിൽ അവിടെ വെച്ചിട്ട് അടുത്ത ബാഗും കാര്യങ്ങളും കുടയും നമ്മുടെ കുട വെക്കാനുള്ള കവറും ഒക്കെ എടുത്തോണ്ട് നമ്മൾ വേഗം തന്നെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. 8 മണിക്ക് നമുക്കൊരു ബസ്സുണ്ട്. ആ ബസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 9 മണി 9:15 ആകുമ്പോഴത്തേക്ക് അടുത്ത ബസ്സുള്ളൂ. ആ ബസ്സിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്പലമൊക്കെ അടയ്ക്കും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതേ വന്ന് നിന്നപ്പോഴും അതേ മഴ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം പനി നല്ല ഭയങ്കരമായിട്ട് തന്നെ ഒന്ന് കൂടിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബസ് കൃത്യം 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. ബസ്സിൽ കയറി നമ്മൾ നേരെ ചെങ്ങന്നൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഴ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ തന്നെ തോർന്നിട്ടേ ഇല്ലായിരുന്നു. മറ്റേ ജസ്റ്റ് ഇടയ്ക്കൊന്ന് കുറച്ചു നേരം ഒന്ന് തോർന്നിട്ട് പിന്നൊക്കെ അല്ലേ പെയ്യുന്നത്. ഇത് അങ്ങ് നിന്ന് പെയ്യുന്ന ഒരു രീതി തന്നെയായിരുന്നു. അങ്ങനെ നമ്മളൊരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ചെങ്ങന്നൂര് ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് നടന്നിട്ട് അമ്പലത്തിലോട്ട് പോവാം. അടുത്ത് തുടങ്ങി എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് റോഡ് ക്രോസ് ചെയ്യാന്നുള്ളത്. അപ്പൊ സീബ്ര ലൈനിന്റെ അവിടെ വന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കും ആരെങ്കിലും വരുമ്പോഴായിരിക്കും റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അന്നാണെങ്കിൽ അവിടെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നോണ്ട് പുള്ളിക്കാരെ എന്നെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വിട്ടു. അപ്പൊ നമുക്കിനി പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിലേക്ക് ഇവിടെ കുറച്ച് ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് ഇച്ചിരി നമുക്ക് നടക്കാനുണ്ട് അമ്പലത്തിലേക്ക്. അപ്പൊ അതേ അമ്പലത്തിലേക്ക് വന്ന് ഇവിടെയും വന്നിട്ട് നമുക്ക് പൂജക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം. അപ്പൊ ജസ്റ്റ് ആ ഒരു സമയത്ത് ഒരു ചെറിയ ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു മഴ അങ്ങ് തോരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ആ ഒരു സാധനം വാങ്ങിക്കുന്ന ഒരു ഗ്യാപ്പേ കിട്ടിയുള്ളൂ. അതിഭയങ്കരമായി തന്നെ മഴ പിന്നെയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ പടിക്കെട്ട് വഴി ഒത്തിരി ചുറ്റി കറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ നനയുമെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾക്ക് നല്ല കാറ്റ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ലായിരിക്കും. ഇങ്ങനെ എരിച്ചിൽ അടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നനയുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ലപോലെ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂര് അമ്പലത്തിലെത്തി. ചെങ്ങന്നൂർ അമ്പലം ഞാൻ സ്ഥിരമായിട്ടുള്ള വീഡിയോസിലും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു തുള്ളി പോലും ഇനി നനയാൻ ബാക്കിയില്ല. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞിട്ടുണ്ട്. നല്ലപോലെ തണുക്കുന്നുണ്ട്. ആ മഴ ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോ അവിടെ ഒരു ഒറ്റ ബസ്സില്ല. ഞാൻ വിചാരിച്ചു കുറേ നേരം നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ അതുവഴിയുള്ള ബസ് അതുവഴി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ ബസ്സിൽ കയറിയിരുന്നു. അതൊരു 10-15 മിനിറ്റ് അവിടെ കിടന്നു. പിന്നാണ് വിട്ടത്. അപ്പത്തേ നല്ല പോലെ മഴക്കാർ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിഴക്കേ സൈഡിലോട്ടാണ് പോകുന്നത്. നമ്മളിവിടെയൊക്കെ പറയും കിഴക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുമെന്ന്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള മഴ. ഒരു മഴ കഴിഞ്ഞ് ഇപ്പൊ അത്യാവശ്യം ചെറിയ രീതിയിൽ ഇങ്ങനെ തുള്ളിമഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത് അതിഭയങ്കരമായ മഴ വരുന്നുണ്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് ഇന്ന് ബസ്സിൽ കയറിയിരുന്നു. ബസ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു 10-15 മിനിറ്റ് അവിടെ കിടന്നതിന് ശേഷമാണ് എടുത്തത്. നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചിട്ടുണ്ട്. രാവിലെ അങ്ങോട്ട് പോയ കോലമേ അല്ലായിരുന്നു. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ ചെറിയൊരു പണി കിട്ടി. എന്റെ കുട എത്ര ശ്രമിച്ചിട്ട് നിവർന്നു വരുന്നില്ല. പിന്നെ ഒരു ചെറിയ ചാറ്റമഴ ആയിരുന്നുകൊണ്ട് അത് നനഞ്ഞ് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. കാരണം മഴ തോരത്തില്ലെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ മഴയും കൂടെ ഒക്കെ നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്റെ കാര്യം അതൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല തലിച്ച് മഴ പെയ്തോണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിത് വേണം ഗൈസ്. കാരണം പാവ സൂര്യന് നമ്മളെല്ലാരും കൂടെ ഒത്തിരി ചീത്ത പറഞ്ഞ മാസങ്ങളോളം എങ്ങോട്ടെങ്കിലും ഒന്ന് പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞ് എന്നാലും പോയപ്പോ പുള്ളിക്കാരൻ ഒരു വാക്കുപോലും പറയാതെ ഒരൊറ്റ പോക്കങ്ങ് പോയി. നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇതുപോലത്തെ നിന്ന് പെയ്യുന്ന മഴയൊന്നും പെയ്യുമെന്ന് വിചാരിച്ചതേ ഇല്ല. പക്ഷെ മഴയെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയാണ് ഒന്ന് വരൂ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ തല്ലി ഓടിക്കേണ്ടി വരുമെന്നാണ് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത്. കാരണം പുള്ളി അതുപോലത്തെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം പുള്ളി റെസ്റ്റ് എടുക്കാതുള്ള പെയ്ത്താണ്. അപ്പൊ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് പനി നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പാലട വാങ്ങണമെന്ന് പറഞ്ഞു. കേക്ക് വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ പായസം മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കേക്ക് വേണമെന്നും പറഞ്ഞിട്ട് അനിയൻ പോയി കേക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കേക്കൊന്നും തിന്നാനുള്ള ഒരു മൂഡ് എനിക്കില്ലായിരുന്നു. കാരണം വെച്ചാൽ തൊണ്ട നല്ലപോലെ പണി കിട്ടി മൊത്തത്തിൽ സെറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒരു മൂഡിലായിരുന്നു. അപ്പൊ പാലട വേണമെന്ന് പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞല്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മ പാലടയും വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാനത് തന്നെ വെച്ച് സമയമില്ലെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ തന്നെ വെച്ചോളാന്ന് പറഞ്ഞു.
അങ്ങനെ പാലടയുടെ ഒക്കെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി നമ്മൾ വിശദീകരിക്കുന്നൊന്നുമില്ല. കുറച്ച് നമ്മുടെ വീട്ടിലുള്ള 3-4 പേർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന്റെ പണി കഴിഞ്ഞു. അങ്ങനെ പായസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് പാലട. നമ്മുടെ ചെറിയ അടയില്ലേ, കുഞ്ഞു പാലട, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മുടെ പാലടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അച്ഛനും അതുപോലുള്ള വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാം. പായസം എല്ലാവർക്കും കൊടുത്തു. ഞാനും കുറച്ച് കുടിച്ചു. ഈ ഒരു ഗ്ലാസ്സിനകത്ത് എടുത്തു. പക്ഷെ ഞാൻ അതിന്റെ ഒരു പകുതിയെ കുടിച്ചുള്ളൂ. എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ട് പിന്നെ ഞാൻ കയറി കിടന്ന് ഉറങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് പനി കൂടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേക്ക് മുറിക്കുന്നില്ല, നാളെ മുറിക്കാന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ വൈകിട്ട് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങ് മുറിക്കാമെന്ന് വിചാരിച്ച്, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മുറിക്കാണ്ടല്ലോ. അപ്പൊ അർജുനാണെങ്കിൽ അത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ രാത്രി 11 മണി 11:30 ആയിട്ടുണ്ട്. അപ്പം മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് നല്ല രീതിക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കേക്ക് മുറിക്കുകയാണ്. അച്ഛമ്മ കിടന്ന് ഉറങ്ങിയാന്ന് കേട്ടോ. അമ്മ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു മുറിച്ചു എന്ന് പറഞ്ഞു. കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് മാത്രമല്ല ഞങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ പനിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ കേക്കൊക്കെ കിട്ടിയ ആ ഒരു ഫുൾ കേക്ക് മൊത്തത്തോടെ തിന്നുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു ഇപ്പൊ മുറിച്ചു തരുന്ന ഒരു ചെറിയ കഷ്ണം മാത്രമേ ഞാൻ എന്റെ ബർത്ത്ഡേക്ക് കേക്ക് കഴിച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ട് അർജുന് നല്ല കോളായിരുന്നു. ഫുൾ കേക്ക് അവന് കഴിക്കാൻ പറ്റി. മറ്റേ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മധുരത്തിന്റെ കാര്യത്തിലൊക്കെ മത്സരിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. എന്ത് പറ്റിയ നിറത്തിലെ കേക്ക് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം വൈകിട്ട് ഞാൻ പനി പിടിച്ചിങ്ങനെ കിടന്നോണ്ടിരുന്നപ്പോഴും അമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചത് കേക്ക് വാങ്ങിച്ചോന്ന് ചോദിച്ചു. രാവിലെ എനിക്ക് പൈസ തന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വാങ്ങിച്ചില്ല, എനിക്ക് തൊണ്ടയ്ക്ക് വേദന, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അങ്ങനെ ബർത്ത്ഡേക്ക്, എന്റെ നല്ല ഞങ്ങളുടെ വീട്ടിൽ ആരുടെയും ബർത്ത്ഡേക്ക് അങ്ങനെ കേക്ക് മുറിക്കലും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്കൊന്ന് കല്യാണമൊക്കെ ആയതുകൊണ്ടായിരിക്കും മുറിച്ചേ പറ്റുന്നവർക്ക് ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവർ ആഗ്രഹം അല്ലേന്ന് വിചാരിച്ചു മുറിച്ചു. ഫസ്റ്റ് ടൈം ആണ് ഇത്രയും ഹാപ്പി ആയിട്ട് ഞാനൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാരും കൂടെ എന്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പനിയായിരുന്നു എന്നുള്ളൊരു ചെറിയ വിഷമം ഒഴിച്ചു കഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.